ഓസ്ട്രേലിയൻ പട്ടാളത്തിന് മനക്കരുത്ത് നൽകാൻ ഭാരത നാരീശക്തി സൈന്യത്തിന് ആത്മീയവും വൈകാരികവുമായ പിന്തുണ നൽകുന്നതിനാണ് ചാപ്ലെയിൻ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മലയാളി കൂടിയായ സ്മൃതി കൃഷ്ണ തിരഞ്ഞെടുക്കപ്പെട്ടത്. സനാതനധർമ്മം എന്ന മഹത്തായ ആശയത്തിലൂടെ വിശ്വഹിന്ദുവിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് സ്മൃതി കൃഷ്ണ. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വിശ്വഹിന്ദുവിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് സ്മൃതി കൃഷ്ണ എന്ന മലയാളി വനിത. ഓസ്ട്രേലിയയിലെ മെൽബണിൽ മുതിർന്ന ശാസ്ത്രജ്ഞയാണ് സ്മൃതി കൃഷ്ണ. കഴിഞ്ഞ 10 വർഷമായി സാമൂഹ്യ സേവനത്തിലും ആത്മീയതയിലും ആഴത്തിലുള്ള പരിശീലനം. ഫസ്റ്റ് ഇന്ത്യൻ ഹിന്ദു വുമൻ ടു ബി എ ചാപ്ലിൻ വിത്തിൻ ഓസ്ട്രേലിയൻ ഡിഫൻസ്. ഇതിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ 17 വർഷത്തെ സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ് രംഗത്തെ പ്രവർത്തനങ്ങളെ എല്ലാം കൂടെ വിലയിരുത്തിക്കൊണ്ട് വിശ്വഹിന്ദു പരിഷത്ത് 165 കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ നിന്ന് എൻഡോഴ്സ് ചെയ്ത ഒരു പൊസിഷനാണ്. സനാതനധർമ്മത്തിലൂടെ ലോകജനതയ്ക്ക് ഹിന്ദു എന്ന മഹത്തായ ആശയം തനിക്ക് കിട്ടിയ ഉത്തരവാദത്തിലൂടെ പങ്കുവയ്ക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് സ്മൃതി. ഹിന്ദുസത്തിൽ ആക്ച്വലി ചാപ്ലിൻ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു 10 വർഷത്തെ ശ്രമം എന്ന് വെച്ചാൽ എങ്ങനെ ഹിന്ദുസത്തിലെ സ്പിരിച്വൽ വാല്യൂസിനെ ഒരു ചാപ്ലിൻ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു പ്രയത്നം. അത് വിശ്വഹിന്ദു പരിഷത്താണ് അതിൻ്റെ പാർട്ടായിട്ട് അതെല്ലാം ചെയ്തത്. സൈന്യത്തിൽ ജാതി മതഭേദമില്ലാതെ എല്ലാവർക്കും ആത്മീയ പിന്തുണ നൽകുക എന്നതാണ് ചാപ്ലൈൻ ക്യാപ്റ്റന്റെ ധർമ്മം. ഇന്ത്യയിൽ അത്ര പ്രചാരത്തിലുള്ളതല്ല, പ്രത്യേകിച്ചും ഹിന്ദുസത്തിൽ അത് പ്രചാരത്തിലുള്ളതല്ല. അപ്പോൾ അതൊരു പുതിയ കൺസെപ്റ്റാണ്. എങ്ങനെ നമ്മളുടെ സനാതൻ ധർമ്മത്തിലുള്ള പിന്നെ ടെക്സ്റ്റുകൾ, ഉപനിഷത്ത്, വേദം, ഗീത തുടങ്ങിയ ടെക്സ്റ്റുകളിലെ സാരാംശം എങ്ങനെ ഒരാൾക്ക് ഇമോഷണൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ, ഇന്നത്തെ കാലത്ത് ഉപകാരപ്പെടുന്ന രീതിയിൽ അതിൽ നിന്നുള്ള തത്വങ്ങൾ എടുത്ത് നമുക്കത് യൂസ് ചെയ്യാം, പ്രാക്ടിക്കലായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു ഇതാണ് ഇതിൻ്റെ ഒരു യുണീക്നെസ്. 1.5 വർഷത്തെ പരിശീലനത്തിനും വിവിധ പരീക്ഷകൾക്കും ഒടുവിലാണ് സ്മൃതി ക്യാപ്റ്റൻ പദവിയിലെത്തിയത്. യുദ്ധമുഖത്ത് പോകേണ്ടി വരും. അതിനായുള്ള കായിക പരിശീലനവും ഉടൻ ആരംഭിക്കും. കഴിഞ്ഞ 19-ാം തീയതിയാണ് സ്മൃതി കൃഷ്ണ ഓസ്ട്രേലിയൻ സൈന്യത്തിൽ ചാപ്ലൈൻ ക്യാപ്റ്റനായി ചുമതലയേറ്റത്. ഡോക്ടർ സ്മൃതി എം കൃഷ്ണ ഭാരതത്തിലെ ഓരോ സ്ത്രീകൾക്കും അഭിമാനമാണ്. ഞാനും അഭിമാനിക്കുന്നു. ഓസ്ട്രേലിയ പോലെ രാജ്യത്ത് ആർമി സർവീസിൽ ക്യാപ്റ്റനായി വിശ്വഹിന്ദുവിന്റെ മൂല്യങ്ങൾ അറിയിക്കാനായി ചുവടുവെച്ച് ഉയരുകയാണ്. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.